ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് CJPയുടെ തീരുമാനം. ഇന്ന് ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന കൂടിക്കാഴ്ച ഫലം കണ്ടില്ലെങ്കിൽ അടുത്തയാഴ്ച വീണ്ടും പാർലമെന്റ് മാർച്ച് നടത്താനാണ് കോക്രോച്ച് ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഇതുവരെ 15 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ഡൽഹി പോലീസ് അറിയിച്ചു. 130 പോലീസുകാർക്കും 65 വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ജന്തർ മന്ദറിലേക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ എത്തുന്നുവെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. പി ബാലഗോപാലാണ് വിവരങ്ങളുമായുള്ളത്. ബാലഗോപാൽ, ഇന്നത്തെ ചർച്ച വളരെ നിർണായകമാണ്. ഈ ചർച്ച വിജയിച്ചില്ലെങ്കിൽ എന്ത് എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. ഈ പ്രക്ഷോഭം വീണ്ടും വിപുലമാകാൻ സാധ്യതയുണ്ടോ? അഭിലാഷ്, ഇന്നത്തെ ചർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ധർമ്മേന്ദ്ര പ്രധാനെ ഈ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്നതിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു ചർച്ചയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനിടയിലാണ് ഈ ധർമ്മേന്ദ്ര പ്രധാനെ വകുപ്പ് മാറ്റിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമം സർക്കാർ തലത്തിൽ നടക്കുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിനോട് CJPയുടെ നിലപാട് എന്താണ് എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ന് രാവിലെയും അവർ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് ഇത്തരമൊരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരിക ണെങ്കിൽ എന്ത് നിലപാട് അവർ സ്വീകരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചർച്ച പൊളിഞ്ഞാൽ പിന്നീട് വലിയ തോതിൽ രണ്ട് വിഭാഗത്തിൻ്റെയും തുടർ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്, അവധി ദിവസമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ളതിനേക്കാളും 10 മടങ്ങ് ആൾക്കാരാണ് ഇപ്പോൾ ജന്തർ മന്ദറിലേക്ക് രാവിലെ മുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അല്പസമയം മുമ്പ് ഈ സമരവേദിയിലുണ്ടായിരുന്നു. നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത തരത്തിൽ അത്രയധികം ജനക്കൂട്ടമാണ്. ഡൽഹിയിൽ നിന്ന് കനത്ത ചൂടുണ്ട്. ആ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഞായറാഴ്ചയാണ്. സ്വാഭാവികമായും ഇതിലും കൂടുതൽ ജനക്കൂട്ടം വരുവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇന്ന് ചർച്ച പൊളിയുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന കാര്യമാണ് രണ്ട് വിഭാഗത്തിനെ സംബന്ധിച്ച് നിർണായകമായ കാര്യം. ഡൽഹി പോലീസ് നടപടികൾ ശക്തമാകുമോ അതോ അവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് CJP നേതാക്കൾ രാവിലെ പറഞ്ഞിരുന്നത് ചർച്ച പൊളിയുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഒരു പാർലമെന്റ് മാർച്ചിനൊക്കെ ഉള്ള ഒരു ആഹ്വാനം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കുമെന്ന സൂചനകളൊക്കെ അവർ നൽകുകയും ചെയ്തിരുന്നു. ഇനി മുതൽ സമരം പ്രധാനമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുവാനും അവർ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കുന്നില്ല എങ്കിൽ സമരം പ്രധാനമന്ത്രിയിലേക്ക് തിരിച്ചുവിടാനാണ് അവർ ആലോചിക്കുന്നത്. നേരത്തെ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഈ ഡൽഹിയിലെ ഈ സമരവേദിയിലേക്ക് വരുന്നവരെ സംബന്ധിച്ച് നേരത്തെ വലിയ പരിശോധനകളൊക്കെ പോലീസ് നടത്തുന്നുവെന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു. ഡൽഹി പോലീസിൻ്റെ ഒരു പ്രത്യേക വാഹനം തന്നെ ഈ സമരവേദിയിലേക്ക് കടക്കുന്ന 2 പ്രദേശങ്ങളിൽ നേരത്തെ പാർക്ക് ചെയ്തിരുന്നു. അതിലൊന്ന് ഇന്ന് മാറ്റിയിട്ടുണ്ട്. ആ വാഹനങ്ങൾ ഫേസ് ഡിറ്റക്ഷൻ സർവൈലൻസിനായി ഉപയോഗിക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഏതായാലും ഡൽഹി പോലീസ് ഇപ്പോൾ കണക്ക് വിട്ടിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 2500 പേർ, ക്രിമിനൽ പശ്ചാത്തലമുള്ള 2500 പേർ ഈ പ്രദേശത്ത് എത്തിയിരുന്നു എന്നതാണ്. അതിൻ്റെ എല്ലാ രേഖകളും അവരുടെ പക്കലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അല്പസമയത്തിനുള്ളിൽ ഡൽഹി പോലീസ് ഒരു വാർത്താ സമ്മേളനം ഡൽഹിയിൽ വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫേസ് റെക്കഗ്നേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഈ ക്രിമിനൽ ഡേറ്റാബേസിലുള്ള 2500 പേരെ തിരിച്ചറിഞ്ഞതെന്നാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസ് ഉണ്ടാകില്ല എന്ന് നേരത്തെ ഡൽഹി പോലീസ് പറഞ്ഞെങ്കിലും സോനം വാങ്ചുക്കിനൊക്കെ ഉറപ്പ് നൽകിയെങ്കിലും ഇന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിൽ ഉണ്ടായിരിക്കുന്ന വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് 15 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 130ഓളം പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, 60ഓളം വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യവും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും 3:30 ചർച്ച. ആ ചർച്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സമരത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം. അഭിലാഷ്, 3:30 ചർച്ചയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ വഴങ്ങുമോ, സമരം പടരുമോ?